ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ സിലബസ് ആണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ സിലബസ് അല്ലെങ്കിൽ LDC എക്സാമിൻ്റെ സിലബസ്. അപ്പോൾ LD ക്ലർക്ക് എക്സാമിനും VOയ്ക്കും ഒരേ സിലബസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു, അതായത് VOയുടെ സിലബസ് PDF കിട്ടുമോ എന്ന്. ഈ PDF ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇപ്പോൾ നമുക്കറിയാം, ഇത് മലയാളം മീഡിയത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം, ഇംഗ്ലീഷും മലയാളം ഒഴികെ ബാക്കിയെല്ലാം ഇതിലാണ്. മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം ഗ്രാമറാണ്, ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയെല്ലാം മലയാളത്തിലായിരിക്കും. അടുത്തത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി നോക്കാം. അതായത് ലഘുഗണിതമാണ് സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ഉണ്ട്. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, ദെൻ ശതമാനം, പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും, ദെൻ സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ. പ്രോഗ്രഷനുകൾ, മാനസിക ശേഷി. അടുത്തത് പ്രോഗ്രഷനുകൾ. അപ്പം അത്രയും 12 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ട് നമ്മുടെ ലഘുഗണിതത്തിൽ വരുന്നത്. പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രി പ്രോഗ്രഷൻ, AP GP ഒക്കെ വരും. ഇനി മാനസിക ശേഷി അഥവാ മെൻ്റൽ എബിലിറ്റിയിൽ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികളുണ്ട്, നമ്പർ സീരീസ് ഉണ്ട്, ലെറ്റർ സീരീസ് ഉണ്ട്. പിന്നെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, അതായത് അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി അങ്ങനെ വരുന്നു. ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്, ഡീകോഡിങ്, കുടുംബ ബന്ധങ്ങൾ, ദിശ അവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ, അത്രയാണ് ഉണ്ടായിരിക്കുക. പിന്നീട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ്. അതിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പ്രാധാന്യം, സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവുമായ നേട്ടങ്ങൾ. അപ്പോൾ അവിടെ എന്തു വന്നു? ഫാക്ട്സ് അബൌട്ട് കേരള വന്നു. ഇനി ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, നദികളും നദീതട പദ്ധതികളും, ധാതുവിഭവങ്ങളും, പ്രധാന വ്യവസായങ്ങളും, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ഭൗതികവും വ്യാവസായികവും സാംസ്കാരികവുമായ അടിസ്ഥാന വിവരങ്ങൾ. പിന്നീട് മധ്യകാല ഇന്ത്യ, മെഡിവൽ ഇന്ത്യ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ, മധ്യകാല ഇന്ത്യ എന്ന് മാത്രമേ അതിൽ കൊടുത്തിട്ടുള്ളൂ. അതിലുള്ള പ്രധാനപ്പെട്ട പോർഷൻസ് പഠിക്കണം. പിന്നീട് അടുത്തത് മോഡേൺ ഇന്ത്യയിലാണ് വരുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ, ഫലങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതുപോലെ ഇന്ത്യയുടെ വിദേശ നയം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇന്ത്യ ചരിത്രം അവലോകനം. അപ്പോൾ അത്രയും പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫാക്ട്സ് അബൌട്ട് കേരള പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഏതായിരുന്നു? ഇന്ത്യയുടെ ജോഗ്രഫി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ഇവിടെ കാണാം, 4ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണം, ബാങ്കിങ്, ഇൻഷുറൻസ്, കേന്ദ്ര സംസ്ഥാന ഗ്രാമവികസന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ, ഇതെല്ലാം പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, വിവരാവകാശ നിയമം, കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള 1989 1995 നിയമങ്ങൾ, 1955 പൗരാവകാശ സംരക്ഷണ നിയമം, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ്. അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നോക്കണം നമ്മൾ. രാഷ്ട്രീയം, സാമ്പത്തികം, സാഹിത്യം, ശാസ്ത്രം, കല, സാംസ്കാരികം, കായികം തുടങ്ങിയ മേഖലകളിലെ ദേശീയവും അന്താരാഷ്ട്രീയവുമായ സമകാലീന സംഭവങ്ങൾ. അപ്പോൾ ഇത്രയാണ് GK പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഉള്ളത് ജനറൽ സയൻസും കൂടിയാണുള്ളത്. അതിൽ നാച്ചുറൽ സയൻസ് ആണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് വേണം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും പഠിക്കണം. രോഗങ്ങളും രോഗകാരികളും
കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്ത ജനറൽ സയൻസ്. അതിലാണെങ്കിൽ ജനറൽ സയൻസിൽ തന്നെ ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും പിന്നീട് രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും അവിടെ തൊട്ട് ഫിസിക്സ് തുടങ്ങുവാണ്. പിന്നെ പ്രവൃത്തിയും ശക്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും ഇതൊക്കെ അതിൽ വരുന്നു. ഇനി നമുക്ക് ജനറൽ ഇംഗ്ലീഷ് കൂടി ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ types of sentences and interchange of sentences, different parts of speech, agreement of verb and subject, confusion of adjectives and adverbs, comparison of adjectives, പിന്നെ ആർട്ടിക്കിൾസ് പഠിക്കണം, ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഈ ഒരു ടോപ്പിക്കിലൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ ലെസണിൻ്റെ അതുപോലെ ഈസി ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെയൊക്കെ ലിങ്കുകൾ, സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബുകൾ, ടാഗ് ക്വസ്റ്റ്യൻസ്, ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്, tenses, then tenses in conditional tenses, adverb and position of adverb, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentence, ഇതൊക്കെ വരുന്നുണ്ട്. ഏതിലാണ്? ഗ്രാമർ സെഷനിൽ ഇത്രയും പോർഷൻസ് വരുന്നുണ്ട്. വൊക്കാബുലറി നോക്കുവാണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, പിന്നെ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, പിന്നെ കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിയം, അന്റോണിയം, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് മലയാളം മീഡിയമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ മലയാളം മീഡിയത്തിൽ മലയാള വ്യാകരണം വരുന്നുണ്ട്. മറ്റു മീഡിയം ആണെങ്കിൽ മറ്റു ഇതായിരിക്കും വരുന്നത്. മലയാളം മീഡിയത്തിലാണെങ്കിൽ വ്യാകരണം, നാമപദങ്ങൾ, വിവിധ നാമങ്ങൾ, വിഭക്തി, വചനം, ക്രിയാപദങ്ങൾ, ക്രിയാവിശേഷണങ്ങൾ, തദ്ധിതം, സന്ധിയും സമാസവും, വാക്യത്തിൽ ചിഹ്നങ്ങളുടെ ഉപയോഗങ്ങൾ, അതായത് യൂസസ് ഓഫ് പങ്ക്ച്വേഷൻ മാർക്സ്, ഭാഷാപ്രയോഗത്തിലെ വൈകല്യങ്ങൾ, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ്, ദെൻ ശരിയായ പദം, ശൈലികൾ, ഒറ്റപ്പദങ്ങൾ, ദെൻ അർത്ഥം, അർത്ഥവ്യത്യാസം, വിപരീത പദം, പര്യായ പദങ്ങൾ, അതൊക്കെ വരുന്നു. പിന്നെ കൂടാതെ മലയാളം ഗ്രാമറിൽ സാഹിത്യം വരുന്നുണ്ട്. രണ്ടാമത്തെ പോർഷൻ കേരളത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരും അവരുടെ കൃതികളും പ്രധാന കഥാപാത്രങ്ങളും ഒക്കെ ചോദിക്കും. ചിലപ്പോൾ പറയും ഉമ്മാച്ചു എന്ന കഥാപാത്രം അത് ഏത് അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറയാൻ ശ്രമിച്ചാൽ അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ. ഉമ്മാച്ചു ആരെ എഴുതിയതാണെന്ന് ചോദിക്കും. പ്രസിദ്ധ എഴുത്തുകാരുടെ അപരനാമങ്ങളും തൂലികാനാമങ്ങളും, ഓക്കെ, വിലാസിനി എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമമാണ്, അങ്ങനെയൊക്കെ ചോദിക്കും. സാഹിത്യ പുരസ്കാരങ്ങളും അവ ലഭ്യമായ കൃതികളും എഴുത്തുകാരും. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2017 ലഭിച്ചത് ആർക്ക്, അത് ഏത് കൃതിക്കാണ് ലഭിച്ചത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. എഴുത്തച്ഛൻ അവാർഡ് 2017 ആർക്കാണ് ലഭിച്ചത്, അങ്ങനെയൊക്കെ. വിവർത്തനം, വാക്യങ്ങളുടെ അഥവാ ശൈലികളുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. അങ്ങനെ 3 പോർഷൻസ് ആണ് മെയിനായിട്ടും ഈ ഗ്രാമർ മലയാളം സെഷനിൽ വരുന്നത് കേട്ടോ. ഒന്ന് മലയാളം ഗ്രാമർ, പിന്നെ ലിറ്ററേച്ചർ വരും, സാഹിത്യം വരും, പിന്നെ വിവർത്തനം. അത് 1-2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വിവർത്തനം, അതിൻ്റെ മലയാളം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ചില മലയാളം വാക്കുകളുടെ നേരെ ഇംഗ്ലീഷ് വിവർത്തനം, അത് നേരെ സെൻറ്റൻസിൻ്റെ മീനിങ് അല്ല കൊടുക്കുന്നത്, പക്ഷേ ആ അർത്ഥം വരുന്ന രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വാച്ച് ചെയ്യുക. ദെൻ ഇനി കൊടുത്തിരിക്കുന്നത് ബാക്കി കന്നഡ മീഡിയത്തിലും തമിഴ് മീഡിയത്തിലും ഉള്ളതാണ്. അപ്പോൾ അതിന് ആ ഗ്രാമർ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ. തമിഴായിരിക്കും, മറ്റേതിൽ മലയാളമായിരിക്കും, ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഒരു സിലബസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇതിനകത്ത് നമുക്കറിയാം ടോട്ടൽ നമുക്ക് എത്ര മാർക്കാണ്, 100 മാർക്സ് ആണല്ലേ. ഇവിടെ എഴുതിയിട്ട് ശരിയാവുന്നില്ല, 1 സെക്കൻഡ്. ടോട്ടൽ നമുക്ക് 100 മാർക്സ് ആണ്. ഈ 100 മാർക്സിൽ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്സ് വരുന്നു. അതുപോലെ മലയാളം ഗ്രാമർ എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്സ് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. അടുത്തത് മാത്സും റീസണിങ്ങും രണ്ടും
ചേർത്ത് 20 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ 20ഉം 10ഉം 30ഉം 40 വന്നു. ബാക്കി 60 എണ്ണം ഉണ്ട്. ഈ 60ലാണ് GK പ്ലസ് എന്ത് വരുന്നത്? GK എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സും ഫാക്ട്സ് അബൌട്ട് കേരള, ഇന്ത്യ എല്ലാം വരുന്നുണ്ട് അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞു GKയിൽ ഏതൊക്കെ വരുന്ന, പ്ലസ് എന്തും കൂടി വരും? സയൻസ്. ഓക്കെ, അപ്പോൾ സയൻസും GKയും കൂടി ചേർന്നിട്ട് 60 മാർക്സ്. അപ്പോൾ സയൻസിന് ഇപ്പോൾ 20 ആണെങ്കിൽ എന്താണ് GKക്ക് എത്ര വരും? GKക്ക് 40 ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ സയൻസ് 10 ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് നോക്കുക. അപ്പോൾ ഈ പോർഷൻസ് ഒന്നും തന്നെ വിട്ടുകളയാനില്ല. ഇംഗ്ലീഷ് ഗ്രാമറിന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്സ് നല്ല മാർക്സ് കിട്ടുന്നവർ ഒറ്റ മാർക്ക് പോലും മാത്സിൽ കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ മലയാളം ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ ഈ ഒരു സയൻസിൻ്റെ കേസിൽ IT ആൻഡ് സൈബർ ലോ എന്നുള്ളൊരു പോർഷനും കൂടി വരും. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. IT ആൻഡ് സൈബർ ലോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും. അപ്പം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സിലബസ് ഇതാണ്. സിലബസ് വെച്ചിട്ടുള്ള പോർഷൻസ് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ എങ്ങനെയാണ് ഈ പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പാറ്റേൺ മനസ്സിലാക്കിയിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിയതിന് ശേഷം സിലബസ് വൈസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതിനുള്ള ക്ലാസ്സുകൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.